പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സർക്യൂട്ടാണ്. നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്നും നമുക്ക് ഡിവൈസുകൾ ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു DTMF ഡീകോഡർ മൊഡ്യൂൾ ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ. ഇതിന് ഏകദേശം ഒരു 150 രൂപ 200 രൂപയിൽ താഴെ മാത്രമേ നമുക്ക് വില വരുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് DTMF ഡീകോഡറിൻ്റെ ഓക്സ് ഇൻപുട്ട് കൊടുക്കാനുള്ള സോക്കറ്റ്. കൂടാതെ ഇതിന് പല കണക്ഷൻസ് ഇതിൻ്റെ അകത്തുനിന്ന് ഔട്ട്പുട്ടായിട്ട് വരുന്നുണ്ട്. ഒരു BCD ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഈ സ്റ്റീരിയോ പിൻ സോക്കറ്റിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD കോഡ്, അതായത് ബൈനറി കോഡഡ് ഡെസിമൽ എന്നാണ് പറയുക, ആ കോഡ് നമുക്ക് ഈ പിന്ന് വഴി ഔട്ട്പുട്ടായിട്ട് കിട്ടും. അതായത് 4 ബിറ്റുകൾ ചേർന്ന ഒരു കോഡിനെയാണ് BCD കോഡ് എന്ന് പറയുന്നത്. അതായത് 0000 എന്ന് പറയുമ്പോൾ 0യും 0001 എന്ന് പറയുമ്പോൾ 1ഉം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് 4 ബിറ്റിൻ്റെ കോമ്പിനേഷനായിട്ടാണ് ഔട്ട്പുട്ട് വരിക. അത് വിശദീകരിച്ചത് ഞാൻ സർക്യൂട്ട് ഡെമോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 4 ഔട്ട്പുട്ടുകളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഇതിൻ്റെ അകത്തൊരു VCCയും ഗ്രൗണ്ട് സപ്ലൈ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഓഡിയോയിനെ കൺവേർട്ട് ചെയ്ത്, അതായത് DTMF ഡീകോഡാണ് നമുക്ക് കിട്ടുന്നത്, അതിനെ കൺവേർട്ട് ചെയ്ത് BCD കോഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ വർക്കിങ്ങിലേക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ DTMF ഡീകോഡറിൽ നിന്ന് വരുന്നത് 4 ഔട്ട്പുട്ടുകളാണ്. അത് Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞിട്ടുള്ള 4 ഔട്ട്പുട്ടുകൾ. അതാണ് ഈ ഓർഡറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 4 LED-കളാണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് ഔട്ട്പുട്ടായിട്ട് ഡെമോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ DTMF ഡീകോഡിൻ്റെ ഔട്ട്പുട്ടുകൾ Q1, Q2, Q3, Q4 എന്ന് വരെ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ LED-യിലേക്ക് ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ അകത്തൊരു സപ്ലൈയും കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 5 വോൾട്ട് സപ്ലൈ ആണ് ഈ ബോർഡിന് വേണ്ടത്. നമുക്കിനി ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കാം. അപ്പോൾ ഇനി 5 വോൾട്ട് സപ്ലൈ ഒന്ന് ഈ ബോർഡിന് വേണ്ടിയിട്ട് കൊടുക്കാം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 4 ഔട്ട്പുട്ടുകൾ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, Q1 മുതൽ Q4 വരെയുള്ള ഔട്ട്പുട്ടുകളാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇനി അല്പം കൂടെ എളുപ്പത്തിന് മനസ്സിലാകാൻ വേണ്ടി ഈ ട്രൂത്ത് ടേബിൾ നോക്കുക. അതായത് Q4, Q2, Q3, Q1 അങ്ങനെ 4 ഔട്ട്പുട്ടുകളാണ് നമുക്ക് വരുന്നത്. ഇതേ ഓർഡറിലാണ് ഞാൻ LED കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഓർഡറാണ്. അതായത് ഇത് Q4, Q3, Q2, Q1 അങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. അപ്പം നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ അത് നോക്കാം. 1 എന്ന് കൊടുത്തിരിക്കുന്നത് കണ്ടോ, 4 0, അതായത് 0001 എന്ന് പറയുന്നതാണ് 1. അതായത് Q4 0 ആണ്, Q3യും Q2യും 0 ആണ്, Q1 എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ ആ ഓർഡറിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈ ഓർഡറിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും നോക്കിയാൽ 0 എന്ന് പറയുന്നത് 1010 ആണ് 0 എന്ന് പറയുന്നത്. അതായത് 10ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 0 നമുക്ക് വരുന്നത്. അതായത് മൊബൈലിൽ നമ്മൾ 0 എന്ന് എൻ്റർ ചെയ്താൽ ഇതിൻ്റെ ഔട്ട്പുട്ട് 1010 ആയിരിക്കും. ഇനി 5 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ 0101 എന്നായിരിക്കും ഔട്ട്പുട്ട്. ആ ഓർഡറിലാണ് വരുന്നത്. ഇനി ഞാനിവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൊബൈലിൽ നിന്നാണ് നമ്മുടെ DTMF ഡീകോഡറിലേക്കുള്ള ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ റൈറ്റ് സൈഡിലെ ഫോണിൽ നിന്ന് കോൾ ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലെ ഫോണിൽ കോൾ റിസീവ് ആവുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് നേരെ എടുത്ത് DTMF ഡീകോഡറെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, കോൾ ചെയ്ത ഫോണിൽ ഏത് നമ്പർ എൻ്റർ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DTMF കോഡ് നമ്മുടെ DTMF ഡീകോഡറിലെത്തുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BCD കോഡ് ഔട്ട്പുട്ടായിട്ട് വരികയും ചെയ്യുന്നു. ഇപ്പം ഞാൻ 1 എൻ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് നോക്കാം 001 ആണ് വന്നിരിക്കുന്നത്. 2 എൻ്റർ ചെയ്തപ്പം 0010 വന്നു. 0011 വന്നാൽ 3 ആയി. ഇനി 4 നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 0100 ആയി. ഇനി 5 എൻ്റർ ചെയ്താൽ 0101 ആയി. അപ്പോൾ ഇങ്ങനെ ഓരോ കോഡും നമുക്ക് ഓരോ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു DTMF ഡീകോഡറിൻ്റെ വർക്കിംഗ്. അപ്പോൾ DTMF ഡീകോഡറിൽ വരുന്ന ആ കോഡിനെ നമുക്ക് BCD കോഡായിട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വീണ്ടും നമുക്കൊന്ന് ട്രൂത്ത് ടേബിൾ ഒന്നുകൂടെ പരിശോധിക്കാം. ഇവിടെ നിങ്ങൾ നോക്കുക, Q4 എന്ന് പറയുന്ന ഔട്ട്പുട്ട് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ 1 മുതൽ 7 വരെ 0യും 8 മുതൽ മുകളിലേക്ക് അത് 1ഉമാണ് വരുന്ന ഔട്ട്പുട്ട്. ഒന്നുകൂടെ പറയാം, അതായത് 1 മുതൽ 7 വരെ നിങ്ങൾ നോക്കിയാൽ അറിയാം Q4 എന്ന് പറയുന്ന 0 ഔട്ട്പുട്ടാണ്. 8, 9, 10, അതായത് 10 എന്ന് പറയുന്നത് 0 ആണ്. 8, 9, 0 സ്റ്റാർ ഹാഷ്, ഇതിൽ ഏത് നമ്പർ എൻ്റർ ചെയ്താലും Q4 എന്ന് പറയുന്നത് 1ഉമായിട്ട് വരും. അപ്പം ഈ ഒരു ഫീച്ചറാണ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ Q4 മാത്രം എടുത്തിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ബോർഡിൽ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാം, ഒരു VCCയും ഗ്രൗണ്ടും കൊടുക്കാനുണ്ട്. ആ 2 പിന്നുകൾ നമുക്ക് ആദ്യം ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് സോൾഡർ ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് സപ്ലൈ ആണ്, അതായത് ഈ ബോർഡിന് വേണ്ട 5 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ഓൾറെഡി ഇപ്പോൾ സോൾഡർ ചെയ്തെടുത്തു. അതായത് 5 വോൾട്ട് സപ്ലൈ ഈ മൊഡ്യൂളിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ആണത്. അതിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഔട്ട്പുട്ടാണ്. അത് Q4ൽ നിന്നുമാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഈ ഗ്രീൻ വയർ Q4ൽ നിന്നും എടുത്തിരിക്കുന്ന കണക്ഷനാണ്. ഇനി അടുത്തത് വേണ്ടത് ഒരു റിലേ ആണ്. ഈ റിലേയുടെ ഔട്ട്പുട്ടുകളാണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ബ്ലാക്കും റെഡും ഔട്ട്പുട്ടുകളാണ്. കൂടാതെ ഒരു റെഡ് വയർ, ഈ സിംഗിൾ വയർ കാണിച്ചിരിക്കുന്ന ഇൻപുട്ടുമാണ്.
കൂടാതെ ഇതിന് ഈ കൊടുത്തിരിക്കുന്നതിന് അക്രോസ് ആണ് നമ്മുടെ കൺട്രോൾ ഇൻപുട്ട് പോവുക. ഈ കാണുന്ന രണ്ടിന് അക്രോസ്. റിലേ എങ്ങനെ സ്വിച്ചായിട്ട് ഉപയോഗിക്കും എന്നുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കാണുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പമുണ്ടാവും. ഇനി അടുത്തായിട്ടൊരു ട്രാൻസിസ്റ്റർ എടുക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലായിട്ട് ഒരു 1 kilo ohm റെസിസ്റ്റർ കണക്ട് ചെയ്യുക. കളക്ടർ ടെർമിനൽ ഇതുപോലെ കൺട്രോൾ ടെർമിനലായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇത് കളക്ടർ ടെർമിനലാണ് ഈ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. അത് റിലേയുടെ ഒരു കൺട്രോൾ ടെർമിനലിലാണ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാവുക. ഇനി എമിറ്റർ ടെർമിനൽ എന്ന് പറയുന്നത് ഗ്രൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ടെർമിനൽ, എമിറ്റർ ടെർമിനൽ. ഇനി ഔട്ട്പുട്ട് എടുത്ത് നേരെ നിങ്ങൾ ഇതിൻ്റെ 1 kilo ohm റെസിസ്റ്റർ, ബേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന 1 kilo ohm റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക. അതായത് Q4 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് ഈ ഗ്രീൻ വയർ കാണിക്കുന്നത്. അത് നേരിട്ടെടുത്ത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്തു. ഇനി വേണ്ട 12 volt സപ്ലൈ ആണ്. ആ 12 volt സപ്ലൈയുടെ റിലേയുടെ ഒരു ടെർമിനലും അതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇതാണ് റിലേ ഡ്രൈവ് ചെയ്യിക്കുന്നതിനാവശ്യമായ 12 volt സപ്ലൈ. അതിൻ്റെ കണക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. റിലേയുടെ 2 ടെർമിനലിലായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദമായിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്നതാണ് നമ്മുടെ DTMF ഡീകോഡർ ബോർഡ്. ഇതിലേക്ക് 5 volt സപ്ലൈ അത് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ വയർ എന്ന് പറയുന്നത് Q4 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. അത് നേരെ എടുത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ്. കളക്ടർ ടെർമിനൽ ഓൾറെഡി ട്രിഗർ ചെയ്യാൻ വേണ്ടി റിലേ കൊടുത്തിട്ടുണ്ട്. എമിറ്റർ നമ്മൾ എർത്തും ചെയ്തിട്ടുണ്ട്. ഈ റെഡ് വയറിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ ഔട്ട്പുട്ടായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു LED സ്ട്രിപ്പാണ്. അതിൻ്റെ LED ഗ്ലോ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മൊബൈലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മൈക്കുള്ള ഒരു ഹെഡ്സെറ്റ് എടുക്കുക. മൈക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു ബസർ വെച്ചാൽ നമുക്ക് ഡിവൈസ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വരുന്ന ഹെഡ്സെറ്റ് ഭാഗം കട്ട് ചെയ്ത് സ്റ്റീരിയോ പിന്നെ കണക്ട് ചെയ്ത് മൊബൈലിലേക്കും കണക്ട് ചെയ്യുക. ഇനി DTMF ഡീകോഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന മൊബൈൽ ഓട്ടോ ആൻസർ മോഡിൽ നിങ്ങൾ ചെയ്യണം. കോൾ സെറ്റിംഗ്സിൽ പോവുക. അവിടെ ഓട്ടോ ആൻസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഫോണിൽ നിന്ന് വിളിക്കുമ്പം ഈ ഫോൺ ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്യണം. എത്ര സമയം വേണമെന്നുള്ളതും നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ മൊബൈൽ ഫോണാണ് ഞാൻ DTMF ഡീകോഡറെ കൊടുക്കുന്ന ഡിവൈസ്. വേറെ ഫോണിൽ നിന്നാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ DTMF ഡീകോഡറിൽ കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ ഓട്ടോ ആൻസർ മോഡിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ മൊബൈലിൽ നിന്ന് കോൾ ചെയ്യുമ്പോൾ ആ മൊബൈൽ ഓട്ടോ ആൻസർ മോഡിലായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആൻസർ ചെയ്തോളും. നമുക്കതൊന്ന് നോക്കാം. ഞാനിതിൽ നിന്ന് കോൾ ചെയ്തിട്ടുണ്ട്. DTMF ഡീകോഡറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൊബൈൽ റിങ് ചെയ്യും. അത് ഓട്ടോ ആൻസറുമായി. ഓക്കെ, ഇപ്പോൾ ഓട്ടോ ആൻസറിലാണ്. ഇനി നമുക്ക് നമ്പർ ഡയൽ ചെയ്യാം. നമ്മൾ Q4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7ന് ശേഷമുള്ള ഏത് നമ്പർ ഡയൽ ചെയ്താലും 1 ആയിരിക്കും. 7ന് താഴേക്കുള്ള ഏത് നമ്പർ ഞെക്കി ചെയ്താലും 0 ആയിരിക്കും. അപ്പോൾ 7ന് മുകളിലേക്കുള്ള ഏത് നമ്പർ ഞെക്കിയാലും ഡിവൈസ് ഓൺ ആവുകയും 7ന് താഴേക്കുള്ള ഏത് നമ്പർ ചെക്ക് ചെയ്താൽ അത് ഓഫ് സ്റ്റേറ്റിലും ആയിരിക്കും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ DTMF ഡീകോഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ കൊടുക്കുന്ന ഈ ഒരു സ്റ്റീരിയോ പിന്നിന് പകരം നിങ്ങൾ അതിലൊരു മൈക്കുള്ള ഒരു ഹെഡ്സെറ്റ് വേണം കൊടുക്കാൻ. കാരണം മൈക്കുള്ള ഹെഡ്സെറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഇത് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുമ്പോൾ വർക്കിംഗ് ആണെന്ന് അറിയാൻ പറ്റൂ. അതിന് ഇതുപോലത്തെ ഒരു സ്റ്റീരിയോ പിന്ന് മേടിക്കാൻ കിട്ടും, മൈക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ മൈക്കിൽ അടുത്തായിട്ട് നമ്മളൊരു ബസർ ഈ റിലേക്ക് പാരലായിട്ട് കണക്ട് ചെയ്ത് മൈക്കിനോട് ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഓൺ ആക്കുമ്പോൾ ഈ മൈക്ക് വഴി നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിവൈസ് ഓൺ ആകുമ്പം ആ മൈക്ക് വഴി നമുക്ക് ആ ബസറിൻ്റെ സൗണ്ട് കിട്ടുകയും ഓൺ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഡൗട്ടുകളൊന്ന് കമൻറ്റ് ചെയ്യുക.